ഹലോ ഗായ്സ്, അപ്പം ഞാൻ എൻ്റെ മാമിനെ കാണാൻ പോവാട്ടോ. ഇപ്പം എൻ്റെ മാമിൻ്റെ കാലം ഇങ്ങനെ എന്തോ നമ്മളെ മുട്ടിനൊക്കെ ഇവിടെ വേദന ഒക്കെ ഉണ്ടായത്. അപ്പം വേദന അപ്പം മാമിനെ അഡ്മിറ്റ് ചെയ്താണ്. അപ്പം നമ്മളെ മാമിനെ കാണാൻ പോവാണ്. അപ്പം നമുക്ക് നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഗായ്സ്, നമ്മളെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി യാത്ര ചെയ്യാൻ പോവാണ് നമ്മൾ. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം നേരെ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. ഉമ്മ എടുത്ത വീഡിയോ കേട്ടോ. ഞാനാണെങ്കിൽ നല്ല രീതിക്ക് മയങ്ങിപ്പോയി, ഒന്നും അറിയുന്നില്ല കേട്ടോ. നമ്മുടെ ഉറങ്ങുന്ന കാര്യം ഒന്നും അറിയില്ല. ഞാൻ എന്താ സ്ലീപ്പിംഗ്. പിന്നാണ് ഞാൻ സ്ഥലത്തെത്തിയത്. അപ്പോൾ ഉമ്മച്ചി ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഞാൻ അറിയില്ല. ഞാൻ അപ്പച്ചിൻ്റെ അടുത്ത് കൈ പിടിച്ചു പോയി. പിന്നെ അവിടെ മാമിൻ്റെ അടുത്തെത്തി, ഹോസ്പിറ്റലിലെത്തി. മാമി ഫോൺ ചെയ്യാണ്. എൻ്റെ ഷിനൂട്ടൻ്റെ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ വെസ്തി ചുങ്കം ആയുർവേദ ഹോസ്പിറ്റലാണ്. എന്നെ ഇവിടെയാണ് അവൻ കാണാൻ വന്നത്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ബീച്ചിലൊക്കെ പോയി ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകാന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ചിൽ നിന്ന് നല്ലാണ്. ഞങ്ങൾ കോൺ ഐസ്ക്രീം, ഐസ് അരിച്ച അങ്ങനെയൊക്കെ അടിക്കുകയാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഐസ്ക്രീമിന്. പിന്നെ അവിടെ കുറെ ആൾക്കാർ മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു, കുട്ടികൾ. അപ്പോൾ ഐസ് അരിച്ചൊക്കെ തിന്നായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടെ ബോർഡുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കുക. പിന്നെ ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വൈബ് സ്ഥലം. ബോട്ടിങ്, ഇവിടെ ഒട്ടകം ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെ കൂടി ഇവിടെ ഇരിക്കുന്ന ടൈമിൽ നമ്മളെ സ്വാതന്ത്ര്യത്തിലുള്ള മഞ്ജില്ല, ഒരു അച്ഛനെയും അമ്മേനെയും ഞാൻ കണ്ട്. നിങ്ങളൊരു വിശ്വസിക്കില്ല, പക്ഷെ ഞാൻ റെഡിക്കിലും കണ്ടതാട്ടോ. അപ്പോൾ പിന്നെ ഞാനുള്ളൊരു കോയില പോലുള്ളൊരു സാധനത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കുകയാണ്. എനിക്കാണ് ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ അതിന് മുകളിൽ പേടിയാണ്. പിന്നെ ഞാൻ എന്തായിരിക്കുന്നറിയാം, അവിടുന്ന് ഒന്ന് ചെറുതായി ചാടി. പിന്നെ മൂന്നാമത്തെ കോയിലെത്തിയപ്പോൾ ഞാൻ ചാടി. വലിയ കോയിൽ നിന്ന് ഞാൻ ചാടിയിരുന്നു. പിന്നെ വാപ്പച്ചി ഞാൻ കാണാണ്ട് ഐസ്ക്രീമൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. വാപ്പച്ചിനെ കയ്യോടെ പൊക്കിച്ച് ഞാനും ഐസ്ക്രീം തിന്നിട്ടോ. അപ്പോൾ 2-3 വട്ടം ഞാൻ വാപ്പച്ചിൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ഗൈസ്, ഇതെല്ലാണ് വാപ്പച്ചിയാണെങ്കിൽ ബീച്ചിൽ നിന്ന് ഐസ്ക്രീം തിന്നു. അപ്പം ഞാൻ കയ്യോടെ പൊക്കി, ഞാൻ കാണാണ്ട് തിന്നളതിനാണ്. അപ്പോൾ ഞാൻ ഒറ്റ വാരൽ ഉമ്മച്ചിക്ക് വാപ്പച്ചി കൊടുക്കാൻ നോക്കി. അപ്പം ഞാൻ തന്നെ ഒറ്റ വാരൽ